വിശദമായ വാർത്തയിലേക്ക്. മഞ്ചേരി നഗരസഭയിൽ ഭരണപ്രതിപക്ഷ കയ്യാങ്കളി. ചെയർപേഴ്സന്റെ ചേംബറിൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടി. ഒരു വാർഡിലെ മരാമത്ത് ടെൻഡറിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മഞ്ചേരി നഗരസഭയിലെ 24-ാം വാർഡിൽ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി സംബന്ധിച്ചുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ാം വാർഡിൽ നെല്ലിക്കുത്ത് മുക്കം റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ടെൻഡർ സ്വീകരിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബുവിന്റെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാർ നഗരസഭാ അധ്യക്ഷ VM സുബൈദയെ കാണാനെത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. നിയമവിരുദ്ധമായി നഗരസഭാ രേഖകളിൽ തിരുത്തൽ വരുത്തിയാണ് ടെൻഡർ നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ കബീറിനായിരുന്നു ടെൻഡർ നൽകിയത്. അഴിമതി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനെ പ്രതിരോധിച്ച് നഗരസഭാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉൾപ്പെടെയുള്ള ഭരണപക്ഷ UDF കൌൺസിലർമാർ രംഗത്തുവന്നതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. തുടർന്ന് ഇടതുപക്ഷ കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സംഘർഷത്തെ തുടർന്ന് നഗരസഭാ അധ്യക്ഷ, വൈസ് ചെയർമാൻ, 3 പ്രതിപക്ഷ കൌൺസിലർ തുടങ്ങിയവർ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രശ്നം വരും ദിവസങ്ങളിലും ശക്തമായി ഉന്നയിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരത്തെ ഗുണ്ട ആക്രമണത്തിൽ 10 പേർ അറസ്റ്റിൽ. പ്രധാന പ്രതിയായ വിഷ്ണു ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് വെട്ടേറ്റിരുന്നു. കാറിലെത്തിയ സംഘം ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച ശേഷം യുവാക്കളെ ആക്രമിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. മലപ്പുറം ഇരുമ്പിളിയത്ത് ഇടിമിന്നലേറ്റ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. നിസ്സാര പരിക്കുകളോടെ വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിലെ കൊടുമുടിയിലാണ് സംഭവം. മിന്നലേറ്റതിനെ തുടർന്ന് വീടിന്റെ കോൺക്രീറ്റ് പലയിടത്തും അടർന്നു വീണു. വയറിംഗ് കത്തി നശിച്ചു. വാഷിംഗ് മെഷീൻ, മെയിൻ സ്വിച്ച് എന്നിവ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. സാരമായി പരിക്കേറ്റ 2 പേരെ പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനകൾക്കായി മാറ്റി. സ്ഫോടന ശബ്ദത്തോടെയാണ് ഇടിമിന്നലേറ്റത്. ആർക്കും വലിയ പരിക്കൊന്നും ആർക്കുമില്ല. പെര മൂന്നാലടുത്ത് പൊട്ടി. പിന്നെ കുറേ മോല് നാശമായി. വേറെ കുഴപ്പമൊന്നുമില്ല. അതിലിപ്പോൾ പഞ്ചായത്തിന് വില്ലേജിൽ നിന്ന് ഇവരൊക്കെ വന്ന് എല്ലാവരും നോക്കി പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതേമാർക്ക് അകത്തുനിന്ന് വലിയ അലാക്കിൽ വെടിമരുന്ന് തീ കൊടുത്ത മാതിരിക്കായിരുന്നു അലാക്കിൽ ഒച്ച. എനിക്കെന്നെ ആകെ ബോധമില്ലാതായി. അതിട്ടാണ് ആ പൊട്ടണ്ട് പൊട്ടിയേക്ക്. അടുക്കള ഉള്ളിൽ നിന്നാണ് പൊട്ടിയത്. അപ്പോൾ നിൽക്കാനാകെ ഒരു ബോധമില്ലാതായി. കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പാലക്കാട് അട്ടപ്പാടിയിൽ പുനർനിർമ്മാണത്തിലിരുന്ന ഓവുപാലം ഒലിച്ചുപോയി. പുതൂർ പഞ്ചായത്തിലെ ചാളയൂരിലാണ് സംഭവം. ഇതോടെ ചാവടിയൂർ മുള്ളി ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് താവളമുള്ളി റോഡിലെ ചാളയൂരിൽ പുനർനിർമ്മാണത്തിലിരുന്ന ഓവുപാലം ഒലിച്ചുപോയത്. ചാളയൂർ തോട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലിലാണ് പാലത്തിനായി സ്ഥാപിച്ച വലിയ കോൺക്രീറ്റ് പൈപ്പുകളും മണ്ണുമെല്ലാം ഒലിച്ചുപോയത്. ഇതോടെ മുള്ളി, ഇലവച്ചി വഴി, ചുണ്ടപ്പെട്ടി, കാരത്തൂർ തുടങ്ങിയ ഊരിനിവാസികൾ ഒറ്റപ്പെട്ടു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ ക്ഷീരകർഷകരും വലഞ്ഞു. പാൽ നിറച്ച പാത്രങ്ങൾ കയറിൽ കെട്ടിയും മറ്റുമാണ് അക്കരെ എത്തിച്ചത്. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഇതിനിടെ ഓവുപാലത്തിന്റെ പുനർനിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൈപ്പില്ലാതെ മണ്ണിടാൻ പാടില്ല. പൈപ്പിട്ട് മണ്ണിടണം. ഇത് മണ്ണിട്ടില്ലെങ്കിൽ ആ താഴെ അവിടെ ഒരു വീടുണ്ട്. ആ വീട് പോയാൽ നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്ന് അന്നേരം ഞാൻ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് അവർ വന്നിട്ട് കൊണ്ടിട്ട് അവിടെ ഒരു പൈപ്പ് കൊണ്ടിട്ടു. പിന്നെ അവരടുത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പൈപ്പ് ഉണ്ടെന്ന് താങ്ങില്ല.
ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ പഴയ പാലം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അവിടെ മണ്ണിട്ട് വെച്ചുകൊണ്ടാണ്, കുറച്ച് മണ്ണിട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇപ്പോൾ ഇത്രയും സംഭവിച്ചത്. അട്ടപ്പാടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള പാത കൂടിയാണിത്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത് നിരവധി യാത്രക്കാരെയാണ് വലച്ചത്. ന്യൂസ് 18 പാലക്കാട്. കൊച്ചിയിൽ ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ച മുൻ മിസ് കേരള അൻസി കബീറിന്റെ മൃതദേഹം ഖബറടക്കി. ആലങ്കോട് ജുമാഅത്തിലായിരുന്നു ഖബറടക്കം. അൻസിയുടെ മരണത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മ റസീന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെ എറണാകുളം ബൈപ്പാസിൽ വൈറ്റിലയ്ക്കടുത്താണ് ആൻസിയും സുഹൃത്ത് അഞ്ജനയും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. ആൻസിയുടെ മൃതദേഹം ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്നും ആലങ്കോട് എത്തിച്ചിരുന്നു. വിദേശത്തായിരുന്ന അച്ഛൻ കബീർ ഇന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ആലങ്കോട് ജുമാഅത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുൻ മിസ് കേരളയും മിസ് സൗത്ത് ഇന്ത്യയുമായ അൻസി കബീറിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ ആലങ്കോട്. കബീർ റസീന ദമ്പതികളുടെ ഏക മകളായ ആൻസി പഠനകാലം മുതൽ തന്നെ മോഡലിംഗ് ഇഷ്ടപ്പെട്ടിരുന്നു. മോഡലിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ മോഡലിംഗിൽ സജീവമായിരുന്നു. പഠനം പൂർത്തിയാക്കി ടെക്നോ പാർക്കിലെ ഇൻഫോസിസ് ക്യാമ്പസിൽ ജോലി നേടിയപ്പോഴും മോഡലിംഗ് തുടർന്നു. 2019 മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട ആൻസി 2021 മിസ് സൗത്ത് ഇന്ത്യ പട്ടവും സ്വന്തമാക്കിയിരുന്നു. ആൻസിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മാതാവ് റസീന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പാറശാല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ അനന്തപുരി എക്സ്പ്രസ് ആണ് തടഞ്ഞത്. 20 മിനിറ്റോളം ട്രെയിൻ പിടിച്ചിട്ടു. പ്രവർത്തകരെ റെയിൽവേ പോലീസും പാറശാല പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂരിൽ തെങ്ങിൽ കുടുങ്ങിയ പൂച്ചയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കുന്നോത്തുപറമ്പ് നടുവിലെ പുരയിൽ നാണുവിന്റെ വീട്ടിലെ തെങ്ങിലാണ് പൂച്ച കുടുങ്ങിയത്. ഇന്ന് രാവിലെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ സീനിയർ ഫയർ ഓഫീസർ കെ ദിവകുമാർ, ഫയർ ഓഫീസർമാരായ വി ഫ്രാൻസിസ്, പി രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. 90 ലക്ഷം ചെലവിൽ കാസർഗോഡ് നീലേശ്വരം അഴിത്തലയിൽ നിർമ്മിച്ച ജലനിധി പദ്ധതി പാഴായി. ഗ്രാമീണ ശുദ്ധജല വിതരണത്തിനായി നടപ്പാക്കിയ പദ്ധതിയാണ് നോക്കുകുത്തിയായത്. ലോകബാങ്കിന്റെ സഹായത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ പദ്ധതിയാണ് ഇത്. നീലേശ്വരത്തിന് തീരമേഖലയായ തൈക്കടപ്പുറം അഴിത്തലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പാഴായത്. പടന്ന പഞ്ചായത്ത് 2015 ആരംഭിച്ച ഉപ്പുവെള്ള ശുദ്ധീകരണ പദ്ധതി 1.5 വർഷം മാത്രമാണ് പ്രവർത്തിച്ചത്. വോൾട്ടേജ് വ്യതിയാനം മൂലം അടിക്കടിയുണ്ടായ യന്ത്ര തകരാർ ജലവിതരണം തടസ്സപ്പെടുത്തി. കാരണം ഇത് ഫുൾ വോൾട്ടേജ് വേണം, വോൾട്ടേജ് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങി. കംപ്ലയിൻറ്റ് വന്നു വെച്ചപ്പോൾ 2 വർഷത്തേക്കാണ് ഇതിൻ്റെ കമ്പനി ഇത് മെയിൻ്റെനൻസ് ചെയ്തു തരിക. ആ 2 വർഷം വരെ അവർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു തന്നു. പിന്നീട് അവർ വരാതായി, വിളിച്ചപ്പോഴും വരാതായി. വന്നപ്പോൾ 1-2 പ്രാവശ്യം വന്നപ്പോൾ അവർ വലിയ പൈസയാണ് വാങ്ങിയിട്ടുള്ളത് നമ്മളോട്, മെയിൻ്റെനൻസ് ചാർജ്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. അങ്ങനെയാണ് ഇത് അവിടെ വീണുപോയത്. കുടിവെള്ള ടാങ്ക്, കിണർ, മോട്ടോർ, ട്രാൻസ്ഫോമർ എന്നിവ ഉപയോഗമില്ലാതെ നശിക്കുകയാണ്. തീരപ്രദേശമായതിനാൽ ഇവിടെ കിണർ കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. മഴക്കാലത്ത് പോലും ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. പ്രദേശത്തെ 140 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കേണ്ടത്. 2009 വരെ പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന അഴിത്തല പിന്നീട് നീലേശ്വരം നഗരസഭയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇതോടെ പദ്ധതി ആരും തിരിഞ്ഞു നോക്കാതെയായി. ശുദ്ധീകരണ സംവിധാനം തകരാറിലായെങ്കിലും കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യാൻ നിലവിലെ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും. ടാപ്പുകൾ നശിച്ചിട്ടുണ്ടാവും. ആ ടാപ്പുകൾ മാത്രമേ ഇനി നമുക്ക് നിർമ്മിക്കേണ്ടതുള്ളൂ. പൈപ്പ് ലൈനൊക്കെ നല്ല ക്വാളിറ്റി പൈപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല, വേറെ ലീക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പാലായിൽ നിന്ന് ആ വെള്ളം ഇതിലേക്ക് വന്ന് ഇവിടുന്ന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതാക്കും. ഇതിനുള്ള നടപടികളെങ്കിലും അധികൃതർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നീലേശ്വരം. 1992 ഉരുൾപൊട്ടലിൽ വ്യാപക നാശം നേരിട്ട ആര്യങ്കാവ് ഇടപ്പാളയത്ത് നടപ്പാക്കിയ ആശ്രയ പദ്ധതിയുടെ മറവിൽ നടന്നത് വൻ അഴിമതിയെന്ന ആക്ഷേപം. 30 കുടുംബങ്ങൾക്ക് 3 സെന്റ് സ്ഥലവും വീടും നൽകുന്നതായിരുന്നു പദ്ധതി. എന്നാൽ 2 വീട് മാത്രമാണ് ഇവിടെ നിർമ്മിച്ചത്. ഈ വീടുകൾക്കാകട്ടെ കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിലിൽ വീടുകൾ തകരുകയും ചെയ്തു. ആര്യങ്കാവ് ഇടപ്പാളയത്ത് പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയ ഭൂമിയാണ് 30 കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം വീതിച്ചു നൽകിയത്. സെന്റിന് 21,000 രൂപ പ്രകാരമാണ് പഞ്ചായത്ത് ഭൂമി വാങ്ങിയത്. സമീപത്തെ ഭൂമി 10,000 രൂപ പ്രകാരം വിൽക്കാൻ തയ്യാറായിരിക്കെ ഉയർന്ന വിലയ്ക്ക് ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. 92 ഭയങ്കര ഒരു ഉരുൾപൊട്ടാനുണ്ടായ പ്രദേശമാണിത്.
അത് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ പല ഭാഗത്തുനിന്ന് അച്ചൻകോവിൽ മുതലുള്ള പലരെയും, അതായത് റോഡ് പുറമ്പോക്കിൽ അങ്ങനെ താമസിക്കുന്ന പലരെയും കൊണ്ടുവന്നിട്ട് ഈ വസ്തു പഞ്ചായത്ത് വാങ്ങിക്കുകയും അവർക്ക് കൊടുക്കുകയും അവരേതാണ്ട് ഈ രീതിയിൽ കുറേ വീട് ഉണ്ടാക്കി പിന്നെ അവർ പോകുന്നെങ്കിൽ, അതായത് ഇത് തന്നെ വേറൊന്നുമല്ലാണ്, ഈ എങ്ങനെയെങ്കിലും 10 വോട്ട് എങ്ങനെയും വെള്ളം കൊണ്ട് പോകുന്നെങ്കിൽ പോകട്ടെ. 30 വീടുകൾക്ക് പണം അനുവദിച്ചെങ്കിലും ഇതിൽ 28 വീടുകളുടെ നിർമ്മാണം നടന്നിട്ടില്ല. മുൻപ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് തന്നെ നിർമ്മിച്ച 2 വീടുകൾ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പാച്ചിലിൽ തകരുകയും ചെയ്തു. 30 കുടുംബങ്ങൾക്ക് താമസിക്കത്തക്ക തരത്തിലാണ് ഇവിടെ സംവിധാനങ്ങൾ, വീടുകളൊക്കെ പണിത് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ 2 കുടുംബങ്ങൾ മാത്രമാണ് താമസമായിട്ടുള്ളത്. അന്ന് 4000 രൂപ വിലയുള്ള ഈ ഭൂമി 25,000 രൂപ വിലയിട്ടുകൊണ്ട് പഞ്ചായത്ത് വാങ്ങി അത് ഈ പാവപ്പെട്ടവർക്ക് കൈമാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ വീടുകളുള്ളവർക്കാണ് ഇവിടെ സ്ഥലം നൽകിയതെന്നും ആക്ഷേപമുണ്ട്. പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമി വാസയോഗ്യമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കൊല്ലം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. LDF പ്രഖ്യാപിത നയത്തിനെതിരായ വനംവകുപ്പിൽ അകാരണ പിരിച്ചുവിടലും പിൻവാതിൽ നിയമനവും നടത്തുന്നതിനെതിരെ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ സമരത്തിന് നേതൃത്വം നൽകി കോട്ടൂർ അഗസ്ത്യവനം റേഞ്ച് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും AITUC ജില്ലാ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മീനങ്കൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ തമിഴ്നാട് അതിർത്തി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. നെടുങ്കണ്ടം അണക്കരമെട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് ഏലം കൃഷി നശിപ്പിച്ചു. കുട്ടിയാന ഉൾപ്പെടെ 4 ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തമിഴ്നാട് വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അണക്കരമെട്ട്. വനമേഖലയിൽ നിന്നും രാത്രികാലങ്ങളിൽ എത്തുന്ന കാട്ടാനകൾ പ്രദേശത്ത് തമ്പടിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം കൃഷിയിടങ്ങളിലേക്ക് എത്തിയ കാട്ടാനകൾ വിവിധ മേഖലകളിലായി 10,000-ഓളം ഏലച്ചെടികൾ നശിപ്പിച്ചു. വാഴ, കമുക് തുടങ്ങിയ വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോക്കും വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക 2 ആന റോഡ് സൈഡിൽ വാഴ ഒഴിക്കുന്നത്. അങ്ങനെ അത് പിന്നെ ബാക്കിയെല്ലാം മുന്നേ നോക്കും. പിന്നെ നോക്കുമ്പോൾ 4 ആന ഉണ്ടായിരുന്നു. മൊത്തം നശിപ്പിച്ച് ഒരു പരുവം അകത്തേക്കാണ്. എത്ര ചെടി പോയി കാണാം? ഇവിടെ 10 കുടുംബക്കാരുടെ സ്ഥലത്ത് കയറിയിട്ടുണ്ട്. എല്ലാവരും ഒരു 10,000 ചെടിക്ക് വേണ്ടി പോയിട്ടുണ്ട്. മേഖലയിലെ 10 കർഷകരുടെ ഭൂമിയിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കൃഷി ആവശ്യത്തിനായി സ്ഥാപിച്ചിരുന്ന ജലവിതരണ പൈപ്പുകളും നശിപ്പിച്ചു. സ്ഥിരമായ കൃഷി നശിപ്പിച്ചിട്ടും ഒരു നഷ്ടപരിഹാരവും കർഷകർക്ക് ലഭിക്കുന്നില്ല. ആന നിരന്തരം ഇവിടെ ശല്യമായിട്ട് വരിക. 4 ആനയാണ് വരുന്നത്. ആന ഇത് ഇന്നലെ ഞങ്ങളെ ആന ഓടിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓടിക്കുക. ഇത് പുറത്തുകാർ വന്നിട്ട് ഇവിടെ ഇത് പിന്നെ ബൈലൈറ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ കമ്പിവേലി ഇടാന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരു സഹായങ്ങൾ ആർക്കും കിട്ടുന്നില്ല. രാത്രികാലങ്ങളിൽ വീടിന് സമീപം വരെ കാട്ടാനകൾ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പടക്കം പൊട്ടിച്ച് വലിയ ശബ്ദമുണ്ടാക്കിയാലും ഇവ കൃഷിയിടങ്ങളിൽ നിന്നും മടങ്ങാൻ തയ്യാറാകുന്നില്ല. ന്യൂസ് 18 നെടുങ്കണ്ടം. പയ്യന്നൂരിൽ 3 ദിവസം മുമ്പ് കാണാതായ കാർപ്പന്റർ തൊഴിലാളിയുടെ മൃതദേഹം ഒളവറപ്പുഴയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം സ്വദേശി സുനിലിന്റെ മൃതദേഹമാണ് ഒളവറപ്പാലത്തിന് സമീപം കണ്ടെത്തിയത്. കവ്വായിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സുനിൽ നാട്ടിൽ പോകുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. നാട്ടിൽ പോകുന്നതിന്റെ തലേ ദിവസം ഇയാൾ പുഴക്കരയിൽ നിന്ന് മീൻ പിടിക്കുന്നതായി കണ്ടവരുണ്ട്. പിന്നീട് കാണാതായതിനെ തുടർന്ന് പയ്യന്നൂരിൽ സുഹൃത്തുക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ വലത് കണ്ണിനും ചെവിക്കുമിടയിൽ പരുക്കുകളുണ്ട്. മലയാറ്റൂരിൽ നടന്ന ഡ്രോൺ ഉത്സവ ശ്രദ്ധേയമായി. ചെറുതും വലുതുമായ നിരവധി ഡ്രോണുകളാണ് ഡ്രോണുത്സവിൽ ഉണ്ടായിരുന്നത്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ, സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ തുടങ്ങിയവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ഡ്രോണുകളുടെ പ്രവർത്തനം ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകി. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ നേതൃത്വത്തിലാണ് ഡ്രോൺ ഉത്സവം സംഘടിപ്പിച്ചത്. ഇനി കാർഷിക കേരളം. കൊട്ടാരക്കര ഇരണൂർ ചങ്ങാലിവാരം ഏലായിൽ കൊയ്ത്തുത്സവം നടന്നു. യുവാക്കളും ജനപ്രതിനിധിയും ചേർന്നാണ് നെല്ല് കൊയ്തെടുത്തത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തെ അധ്വാനമാണ് കൊയ്തെടുത്തത്. നിലം ഉഴുതുന്നത് മുതൽ കൊയ്ത്തുവരെയുള്ള ജോലികൾ പൂർണ്ണമായും യുവാക്കളും കുട്ടികളുമാണ് ഏറ്റെടുത്ത് നടത്തിയത്.
കാർഷിക മേഖല വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ പുതിയ തലമുറയെ കൃഷിരീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 50ഓളം വരുന്ന ചെറുപ്പക്കാരാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ വിളവെടുപ്പും കൊയ്ത്തുത്സവമാണ്. വർഷങ്ങളായി പാട്ടത്തിന് നൽകിയിരുന്ന ഈരണ്ണൂർ ചങ്ങാലിവാരമേല ഏറ്റെടുക്കാനാണില്ലാതെ വന്നതോടെയാണ് യുവാക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പ്രതികൂല കാലാവസ്ഥയിലും ഉമാ നെൽവിത്തിന് മികച്ച വിളവാണ് ലഭിച്ചത്. മുൻകാലങ്ങളിൽ ഇത് പാട്ടം പലർക്കുമായിട്ട് കൊടുക്കുമായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ ഈരണ്ണൂർ വാർഡ് മെമ്പർ രതീഷ്, അതുപോലെ വെട്ടിക്കല കൃഷി ഓഫീസർ, ഇവരുടെ എല്ലാവരുടെയും പ്രേരണയാൽ നമ്മൾ നേരിട്ട് തന്നെ ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടിലെ നല്ല ചെറുപ്പക്കാരെ എല്ലാവരും കൂടെ കൂടി പിന്നെ കൃഷി ഇറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 100 മേനി വിളവാണ് ഉണ്ടായിരിക്കുന്നത്. വെട്ടിക്കവല കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി നടത്തിയത്. കൊയ്തുകൂട്ടിയ നെൽമണികൾ കുത്തിയെടുത്ത് നാട്ടുകാർക്ക് വിപണനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. വരും നാളുകളിൽ നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷികളും നടത്താനൊരുങ്ങുകയാണ് ഈരണ്ണൂർ യുവജന കൂട്ടായ്മ. ന്യൂസ് 18 കൊട്ടാരക്കര. ഏലം ലേലത്തിൽ സ്പൈസസ് ബോർഡ് ക്ലൗഡ് ബേസ്ഡ് ഈ ലേലം ആരംഭിച്ചു. സ്പൈസസ് പാർക്കിന്റെ ഇടുക്കിയിലെയോ തമിഴ്നാട്ടിലെയോ ലേലകേന്ദ്രത്തിലെത്തി ലേലത്തിൽ പങ്കെടുക്കാം. ഓരോ ദിവസത്തെ ലേലത്തിലും കൂടുതൽ വ്യാപാരികൾക്ക് പങ്കെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയിലെ പുറ്റടിയിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലുമാണ് ഏലം ലേലകേന്ദ്രങ്ങൾ. കോവിഡ് സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ലേല ഏജൻസികൾ സ്വകാര്യ ഓൺലൈൻ ലേലം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെയാണ് സ്പൈസസ് ബോർഡ് ക്ലൗഡ് ബേസ് ഈ ലേലം ആരംഭിച്ചത്. ലേലത്തിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും ഒരു ലേലകേന്ദ്രത്തിൽ എത്തിയാൽ മതിയാകും. ഈ ലേലത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. സ്പൈസസ് ബോർഡ് ചെയർമാൻ AG തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. യാത്ര ഒഴിവാകുന്നതിനാൽ കൂടുതൽ വ്യാപാരികൾ ദിവസേന ലേലത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് വില ഉയരുന്നതിനും ഇടയാക്കുമെന്നും കർഷകർ കരുതുന്നു. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലെ തെരുവ് നായകൾക്ക് അജ്ഞാത അസുഖം ബാധിക്കുന്നു. ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന രോഗം ബാധിച്ച നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. മൂന്നാർ ടൗണിലും സമീപങ്ങളിലും അസുഖം ബാധിച്ച നിരവധി നായകളാണുള്ളത്. ജനവാസ മേഖലയിലെത്തുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാരെ ആക്രമിക്കുകയും വ്യാപാരികൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. ദേഹം മുഴുവൻ ചൊറിഞ്ഞുപൊട്ടുന്ന അജ്ഞാത രോഗം ബാധിച്ച നായ്ക്കളെ ടൗണിൽ നിന്നും മാറ്റുകയോ ചികിത്സയ്ക്ക് നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ വേണമെന്ന് നാട്ടുകാർ പറയുന്നു. மூணாரில் ரோடு நடைபாதையில் கூட நமக்கு நாய் இருக்கிறதுனால பொதுஜனங்கள் நடக்கிறது கூட ரொம்ப பயமாக இருக்குது. இதெல்லாம் மூணார் பஞ்சாயத்து கிராம பஞ்சாயத்து சரியான ஒரு நடவடிக்கை எடுக்கணும்னு மட்டும் கேட்டுக்கொள்கிறோம். நாயினுடைய கொடூரமான நோய்க்கு தாக்கப்பட்டு பல நாய்களும் இந்த பகுதியில் உயிரிழந்திருக்குது. அது மாத்திரம் அதை காண்பித்து கொண்டு பஞ்சாயத்து நடவடிக்கை எடுத்துக்கொண்டு இந்த நாய்க்களை ஒழிப்பை கண்டு உள்ள நடவடிக்கை ஒன்று எடுக்க வேண்டும் என்று கேட்டுக்கொள்ளப்படுகிறது. മൂന്നാർ കോളനി, ടൗൺ, നല്ലതണ്ണി കവല, പോസ്റ്റ് ഓഫീസ് കവല എന്നിവിടങ്ങളിൽ നായ്ക്കളുടെ എണ്ണം നിയന്ത്രണാതീതമാണ്. വിനോദസഞ്ചാരികൾ ഏറെയും എത്തുന്ന മാട്ടുപ്പെട്ടി റോഡിലും പുലർച്ചെ കൂട്ടമായി നായ്ക്കൾ എത്തുന്നുണ്ട്. അക്രമകാരികളായ നായ്ക്കളെ ടൗണിൽ നിന്നും മാറ്റാൻ അടിയന്തരമായി പഞ്ചായത്ത് ശ്രമിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. മുംബൈയിൽ ലോകോത്തര റൂഫ് ടോപ്പ് തിയേറ്റർ സംവിധാനവുമായി റിലയൻസ് ജിയോ വേൾഡ് ഡ്രൈവിൽ സിനിമ കാണാൻ അത്യാധുനിക തിയേറ്റർ സംവിധാനമാണ് ഒരുക്കുന്നത്. 290 കാറുകൾ പാർക്ക് ചെയ്ത് സിനിമയും മറ്റ് കലാപരിപാടികളും ആസ്വദിക്കുന്നതിന് സൗകര്യമുണ്ടാകും. നവംബർ 5-നാണ് ആരംഭിക്കുന്നത്. ലോകത്തെ മുൻനിര നഗരങ്ങളിൽ മാത്രമാണ് ഡ്രൈവിംഗ് തിയേറ്റർ സംവിധാനമുള്ളത്. ദീപാവലി സമ്മാനമായി കുറഞ്ഞ വിലയ്ക്ക് ജിയോയുടെ നെക്സ്റ്റ് വിപണിയിലെത്തുന്നു. ആർക്കും ഏത് ഭാഷയിലും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ഫോൺ എന്നതാണ് സവിശേഷത. 2G ഉപഭോക്താക്കളെ കൂടി 4Gയിലേക്ക് എത്തിക്കുകയെന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ജിയോ തുടക്കം കുറിക്കുന്നത്. സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുവാൻ ഭാഷ തടസ്സമാകുമെന്ന ആശങ്കയും ഇനി മുതൽ വേണ്ട. നമുക്ക് ആവശ്യമായതെന്തും പ്രാദേശിക ഭാഷകളിൽ വോയിസിൽ പറഞ്ഞാൽ ഉടൻ മറുപടിയെത്തും. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിട്ട് പോണേ. അപ്പൊ ഞാനോട് എടുത്തേക്കുന്നത് ജീരകശാല റൈസ് ആട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ജീരകശാല റൈസ്. ജിയോയും ഗൂഗിളും സംയുക്തമായി രൂപകൽപ്പന ചെയ്തതാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. ദീപാവലി മുതൽ രാജ്യത്തുടനീളം ഇത് ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് 2000-ൽ താഴെ തുകയടച്ച് ഫോൺ സ്വന്തമാക്കാം. ബാക്കി തുക തവണകളായി നൽകിയാൽ മതി. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം അരുവിക്കരയിൽ കനത്ത മഴയെ തുടർന്ന് കരിങ്കൽ കെട്ടിടിഞ്ഞ് വീണ് വീട് തകർന്നു. 2 ബൈക്കുകൾ പൂർണ്ണമായി നശിച്ചു. അരുവിക്കരയിൽ തെക്കനാലപ്പുറം സ്വദേശി മണികണ്ഠൻ ആശാരിയുടെ വീടാണ് തകർന്നത്. ഈ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകുമെന്ന് അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ മധു പറഞ്ഞു. കാഞ്ഞങ്ങാട്ടെ തീരവാസികളുടെ നീണ്ടകാലത്തെ ആവശ്യമായ കോട്ടശ്ശേരി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി. മേൽപ്പാലം അടുത്ത മാസം നാടിന് സമർപ്പിക്കും. കാഞ്ഞങ്ങാട് തീരദേശ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയാകുന്നതോടെ അടുത്ത മാസം മേൽപ്പാലം തുറക്കും. 38 കോടി രൂപയ്ക്ക് ചെന്നൈ ആസ്ഥാനമായുള്ള ജിയോ ഫൗണ്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത്. കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് ആബിക്കരയിൽ അവസാനിക്കുന്ന രീതിയിൽ 700 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത്. 7.5 മീറ്ററാണ് വീതി. പാലത്തിൽ കാൽനടയാത്രക്കാർക്ക് നടന്നുപോകാനുള്ള പ്രത്യേക പാതയും ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ടെ പൗരാവലിയുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ പാലം യാഥാർത്ഥ്യമാകുക എന്നുള്ളത്. ഏതായാലും പാലത്തിൻ്റെ 98% വർക്കും പൂർത്തിയായി. മഴ അല്പം മാറിക്കിട്ടിയാൽ, ഒരാഴ്ചത്തെ വെയിൽ വന്ന് കിട്ടിയാൽ ഉറപ്പാണ് ടാറിങ്ങിൻ്റെ പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. യാതൊരു സംശയമില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ എൻ്റെ പ്രൊജക്ട് മാനേജർ മതിയടക്കം പറഞ്ഞത് നവംബർ 10-ാം തീയതിക്കകം നമുക്ക് ടാറിൻ്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ടാറിങ്ങിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് നവംബറിൽ അവസാനമാകുമ്പോഴേക്കും പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മേൽപ്പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുണ്ടായ കേസുകൾക്ക് തീർപ്പായതോടെ 3 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. 3 റെയിൽവേ ഗേറ്റ് കടന്നു വേണം തീരദേശ ജനതയ്ക്ക് കാഞ്ഞങ്ങാട് ടൗണിലെത്താൻ. ഇത് നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും വഴിവെച്ചിരുന്നു. 2018 സെപ്റ്റംബർ 5-നാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 18 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായിരുന്നു കരാറെങ്കിലും കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് നിർമ്മാണം വൈകുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.